ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റിൻ്റെ അത്ര ലൈക്ക് ചിലപ്പോൾ കാണുന്നില്ല, വ്യൂസിൻ്റെ അത്ര ലൈക്ക് ചിലപ്പോൾ കാണുന്നില്ല. അതുപോലെ കമൻറ്റും വ്യൂസും ലൈക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഇത് മൂന്നും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമുക്കിന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അപ്പൂസിന് ചുമയും കാര്യങ്ങളൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൾ ഉറക്കത്തിലാണെങ്കിൽ കൂടി ചുമക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേറൊരു സമയത്ത് വോയിസ് ഇതിന് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇത് രാവിലെ നമ്മൾ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെയിലൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഈ കുരുമുളകൊക്കെ ഒന്ന് അങ്ങോട്ട് വെയിൽ വരാനില്ല, പക്ഷേ ചൂടുണ്ടല്ലോ, ആ ചൂട് തുടങ്ങാനൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ട് നിവർത്തിയിടാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് അകത്ത് കൊണ്ടൊന്നും വെക്കണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ തന്നെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ഷീറ്റ് അങ്ങോട്ട് മടക്കി ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ, വെള്ളം ഒഴിച്ച് വെക്കാനുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ട് ഓടുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ TV സ്റ്റാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് റെഡിയാക്കിയൊക്കെ ഒന്ന് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് ഈ ഒരു ടൈമിൽ ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും എങ്കിൽ കൂടി ഏട്ടനും ഇവിടെ ഉള്ളതുകൊണ്ട് ആളങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കണമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയാണ് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയൊക്കെ ചെയ്യും, പിന്നെ അതുപോലെ വരും കേട്ടോ. ഇതേ അപ്പോൾ അവന് ഫാന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫാൻ ഇടാൻ പറ്റില്ല, ഞാനിവിടെ അങ്ങനെ അടിച്ചു വരികയാണ്. റൂമിൽ പോയിരുന്നോളാൻ പറഞ്ഞപ്പോൾ അവൻ റൂമിൽ ഇങ്ങനെ പോയിരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അങ്ങ് എണീറ്റും വരുന്നുണ്ട്. വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിതിൻ്റെ അടിയിൽ ഒരു തട്ടിൽ നമ്മൾ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ പൊടിയൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിയത്തെ തട്ടിൽ പിന്നെ ഒന്നുമില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ TV സ്റ്റാൻഡിൻ്റെ സ്റ്റെബിലൈസറിൻ്റെ പിന്നെ എന്തോ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇതുവരെ എന്താ വെച്ചാൽ ടീപ്പോയി ഇങ്ങോട്ട് നീക്കും, അവിടെ അടിച്ചു വാരും, ടീപ്പോയി അങ്ങോട്ട് നീക്കി വയ്ക്കും, അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ അവിടെ പൊടി തട്ടാൻ വേണ്ടിയിട്ട് നോക്കിയത് ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. കുറച്ച് ദിവസമായി തുടച്ചെടുത്തിട്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും നനച്ചുകുളി എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. തുടങ്ങിയതല്ല, അത് തീരാനായി എന്നൊക്കെ തോന്നുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ വീഡിയോയിലും അങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ ഒരു ടൈം ആകുമ്പോഴേക്ക്. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു ഇവിടെ അതൊന്നും ആയിട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിവിടെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ടേ. വേനൽക്കാലമല്ലേ, നമ്മൾ എത്ര ചെയ്താലും തീരില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് വെയിൽ വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ടോ. ദിവസവും അതെ, ഇപ്പോൾ രാവിലെയൊക്കെ ചൂട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പണികളൊന്നും ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ, നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് ഇത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പം ഷോറൂമിലും സ്ഥാപനത്തിലും ഒന്നും ജോലി ചെയ്യണതല്ലാതെ ജോലി ചെയ്യണ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. അവരൊക്കെ ഇപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്നുള്ളത് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നല്ല വെയിലായി ഈ ഒരു ടൈമിൽ ഇവിടെ അടുത്ത് ഈ വീട് പണി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വാർപ്പിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. നമ്മളിവിടെ മുറ്റത്തേക്കും കൂടെ ഇറങ്ങാൻ വയ്യ ചൂടുകൊണ്ട്. അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് അവരവിടെ ആ ചൂടത്ത് കിടന്നിട്ട് പണിയെടുക്കുന്നത്. രാവിലെ തുടങ്ങിയിട്ട് നമുക്ക് ഒന്നും ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് വയ്യ, ചൂട്, വിയർക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് തന്നെ വരും ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു അത് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്നെ ഇങ്ങനെ പറയുമായിരുന്നേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അടുക്കളയിലുള്ള പണിയും കൂടിയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അപ്പൂസിന്
പനി ആയതുകൊണ്ട് കഞ്ഞി വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കഞ്ഞിക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കുരുമുളക് എടുക്കാൻ പോയ ആ ഒരു ടൈമിൽ ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ പ്ലാവിൽ നമ്മളല്ലാതെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോഴാണ് അതിലൊരു പ്ലാവിൽ 2 ഇടിച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. താഴെ നമുക്കുള്ളത് പഴഞ്ചക്കയാണ് കേട്ടോ. അപ്പോൾ അതിലായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ രാവിലത്തെ ഓരോ പണികളും അതും ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഫുഡ് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഓരോ കറികളും കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഞാനങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോയിൽ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാസിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഓൺ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഗ്യാസ് കൂടുതൽ ചിലവാവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്, ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ചയിലേറെ ആയിട്ടോ ഗ്യാസ് കഴിഞ്ഞിട്ട്. സാധാരണ ഞാൻ ഗ്യാസ് നമ്മൾ പുതിയത് ഉപയോഗിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ തന്നെ ഞാൻ ബുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ബുക്ക് കാണുന്നില്ല. ഇന്നല്ല, ഈയിടെയായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി നോക്കുന്നു കേട്ടോ, പക്ഷെ ബുക്ക് കാണുന്നില്ല. പിന്നെ എന്തായി, അത് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു, ബുക്ക് കിട്ടണമില്ല ഗ്യാസ്. പിന്നെ ബുക്ക് ചെയ്യാൻ മറന്നു പോകും നമ്മൾ. മറ്റേത് അവർ വിളിക്കുമല്ലോ, ഇത് മറന്നു പോകും കേട്ടോ. മറന്നു പോയാൽ പിന്നെ പണിയാവും. നമ്മൾ ഗ്യാസ് തീരുന്ന ആ ഒരു ടൈമിലല്ലേ നമുക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കുടുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിലുണ്ടായിരുന്നു കേട്ടോ നമ്പർ. അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഗ്യാസ് വരും എന്ന് പറഞ്ഞ് വിളിച്ചു. കുടുങ്ങിയില്ലേ, ഗ്യാസിൻ്റെ ബുക്ക് എവിടെ പോയി തിരയോ. അങ്ങനെ ഞാൻ ഇവിടെ ഒരു സാധനം അടുപ്പത്ത് വയ്ക്കും, പോയി തിരയാൻ പോകും. അത് എന്തായി, അതാവുമ്പോഴേക്ക് ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും തിരയാൻ പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് 8 മണിയുടെ ഒക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരാണെങ്കിൽ വേഗം വിളിച്ചാൽ പിന്നെ വേഗം വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ തിരയലായിരുന്നു. പിന്നെ അലമാര കംപ്ലീറ്റ് ഞാൻ തിരഞ്ഞു. കാരണം അതിലൊന്നും വെക്കില്ല, പക്ഷെ എന്നാലും നമ്മൾ കൊണ്ടം പോയ കുടത്തിലും തപ്പണല്ലോ എന്ന് പറഞ്ഞതുപോലെ അടക്കി തിരയാണ് കേട്ടോ. വീട് കീഴ്മേൽ മറിച്ചിട്ട് തിരയെന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ തിരയാൻ തുടങ്ങി അലമാര കഴിഞ്ഞു, റൂം കംപ്ലീറ്റ് തിരയൽ, കട്ടിൻ്റെ അടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരയൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നറിയാം നിങ്ങൾക്ക്, ഞാൻ ഇന്നലെ രാത്രി തിരഞ്ഞ ആ ഒരു ടൈമിൽ വാർഡ്രോബിൽ തിരയാൻ വേണ്ടിയിട്ട് മനു അപ്പൂസും കൂടി വാർഡ്രോബിൽ തിരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അവർ തിരഞ്ഞാൽ എന്തായാലും അതിലുണ്ടെങ്കിൽ കാണുമല്ലോ. കാരണം ഞാൻ അതിൽ തന്നെയാണ് വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും തിരഞ്ഞാൽ അതിൽ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊഴികെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്ത് ഡ്രസ്സടക്കം എടുത്ത് നോക്കി തിരിച്ചു വെച്ചു. അപ്പോൾ അതിലൊന്നും ഇല്ലല്ലോ. പിന്നെ ലാസ്റ്റ് ഞാൻ നുള്ളി പെറുക്കി പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബുക്ക് എടുത്തോണ്ടുന്ന സമയത്ത് ഇവർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ബുക്ക് വാങ്ങി. പിന്നെ ആ ബുക്ക് കാണാനില്ല. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പൂസ് കളിക്കാനെടുത്ത് എവിടെയോ വെക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നുള്ളി പൊറുക്കി പറയൽ തുടങ്ങി കേട്ടോ. ഗ്യാസ് ബുക്ക് ചെയ്തു, ഗ്യാസ് വരാനായി വരുന്ന സമയത്താണ് തിരയാൻ നിൽക്കുന്നത്, തിരഞ്ഞുണ്ടാക്കിക്കോളാനൊക്കെ പറഞ്ഞു ഇവരോട് കേട്ടോ. 3 ആളോട് തിരഞ്ഞുണ്ടാക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ ഇന്നലെയൊക്കെ തിരയൽ തുടങ്ങിയതാണ്. വാർഡ്രോബ് തിരഞ്ഞ് ലാസ്റ്റ് വാർഡ്രോബും കൂടി അല്ലേ ഉള്ളൂ, ഇതിൽ ഒന്നും കൂടി നോക്കാമെന്നൊക്കെ പറഞ്ഞ് നുള്ളി പെറുക്കി പറഞ്ഞ് ഞാൻ വാർഡ്രോബ് തിരയുന്ന സമയത്ത് സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൽ കോൾ വന്നിട്ട് ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒഴുക്കങ്ങോട്ട് പോയതാണ്. അപ്പോൾ എന്താണ് നമ്മളെ വാർഡ്രോബിൽ തന്നെ ഉണ്ടായിരുന്നു ബുക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ അത്രയും തിരഞ്ഞ് നടക്കായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബുക്കൊക്കെ കിട്ടി, സമാധാനമായി. അപ്പൂസ് ബുക്കും കൊണ്ടൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ ഇടിച്ചക്ക ഉണ്ടെന്ന് പറഞ്ഞത്, അതിലൊരു ഇടിച്ചക്ക എടുത്തിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കുക്കറിൽ വെച്ചിട്ട് 2 വിസിലും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കാണണമെങ്കിൽ ക്യാമറ ഇനിയിപ്പോൾ ഞാനത് ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കിത് കുത്തി വയ്ക്കാനും ചാർജിലിടാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ട്രൈപോഡിൽ വെക്കാനൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൈ വെച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ശരിയാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഞാനത് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ വേഗം
കടയിൽ പോയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പൂസിന് ഞാൻ പറഞ്ഞില്ല പനിയുടെ കാര്യം. അപ്പോൾ ആൾക്ക് ഇതുവരെ ചുമയുടെയും ജലദോഷത്തിൻ്റെയും പനിയുടെയും മരുന്നൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ആൻറ്റിബയോട്ടിക് ഇല്ല. ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് തരില്ലല്ലോ. അപ്പം ഏതായാലും ഇവർ പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ അപ്പൂസും മനുവൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 2 കിലോമീറ്റർ പോകാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ട് അതൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഇതേ നമ്മളിതൊക്കെ ഇവിടെ ഓരോ പണികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ആയി. അപ്പോൾ കറിക്ക് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിരങ്ങയല്ലേ, ചിരങ്ങയായിരുന്നു കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. ചിരങ്ങയൊന്നും ആർക്കും ഇവിടെ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ സാമ്പാറിന് കൊണ്ട് വന്നിട്ടുള്ള കഷ്ണത്തിൽ ചിരങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, പിന്നെന്താണ് പടവലങ്ങ, ഇങ്ങനെയുള്ള ഓരോ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറിനുള്ള കഷ്ണമാണെന്ന് പറഞ്ഞ് 50 രൂപയ്ക്ക് വാങ്ങിയ പീസിൽ സാമ്പാറിനുള്ള കഷ്ണം വെണ്ടയ്ക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ വക സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഓരോ ദിവസം എടുത്ത് കറി വയ്ക്കുക, അത്രേ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പടവലങ്ങ എടുത്തിട്ട് കറി വയ്ക്കുകയാണേ. ചിരങ്ങ എടുത്തിട്ട് കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് തേങ്ങയും കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ട് അതൊന്ന് കറി വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഇക്കൊല്ലത്തെ ആദ്യത്തെ ഇടിച്ചക്കയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇടിച്ചക്ക ഇടുന്ന ടൈമിൽ, ചക്ക ഇടുന്ന ടൈമിലൊക്കെ 2 എണ്ണം ഇട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, ഒന്ന് വീട്ടിൽ ഉപയോഗിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പോയിട്ട് പുതിയ 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ എന്തുണ്ടെന്നുണ്ടെങ്കിലും അച്ഛനോട് കൊണ്ടുവരാറ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ ഓർമ്മ വരും കേട്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അത് ഇടിച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിമണിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേ കുറച്ച് കൂടുതൽ അരിമണിയും കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇടിച്ചക്കയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതൊന്നും കുറച്ചും കൂടെ കരിഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവില്ല. ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഒട്ടി പിടിക്കില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കുന്നത് പോലെ ആവില്ലേ, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ പക്ഷേ അലുമിനിയത്തിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കണേ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു പൊരിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ അല്ലാത്ത രീതിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഇടിച്ചൊക്കെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണുണ്ട്. ഞാൻ ഈ ചട്ടിയിലിട്ടത് കുടുങ്ങിപ്പോയിട്ടോ അതിലാണെങ്കിൽ. പിന്നെ ചട്ടി മാറ്റാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നേ. പിന്നെ അതേ നമ്മൾ ഇവിടെ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് ഷീറ്റോട് മൊത്തത്തിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിടുകയാണ് ചെയ്തത് കേട്ടോ. കുറച്ച് വെയിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വീഡിയോയായിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ.